Hello students, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കോസ്റ്റ് ഷീറ്റ് എന്താണെന്നുള്ളതാണ്. So, cost sheet may be defined as a detailed statement of the elements of cost incurred in production. അപ്പോൾ കോസ്റ്റ് ഷീറ്റ് എന്ന് പറയുന്നത് നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിൽ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ വരുന്ന ഡിഫറെന്റ് എലമെന്റ്സ് ഓഫ് കോസ്റ്റിനെ തിരിച്ചറിയാനുള്ള ഒരു ഡീറ്റെയിൽഡ് സ്റ്റേറ്റ്മെന്റ് ആണ്. അറേഞ്ച്ഡ് ഇൻ എ ലോജിക്കൽ ഓർഡർ അണ്ടർ ഡിഫറെന്റ് ഹെഡ്സ്. അപ്പോൾ ആ എലമെന്റ്സ് ഓഫ് കോസ്റ്റിനെ, അതായത് ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ നമ്മൾ കണ്ടുപിടിക്കുന്നു, അതിലെ ഓരോ എലമെന്റ്സ് ഓഫ് കോസ്റ്റ് ഏതാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കുന്നു. അതിനെ നമ്മൾ ഒരു ലോജിക്കൽ ഓർഡറിൽ ഡിഫറെന്റ് ഹെഡ്സിന്റെ കീഴിൽ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നു. ഏതാണ് ഓർഡർ? സച്ച് ആസ് മെറ്റീരിയൽ, ലേബർ, ഓവർ ഹെഡ്സ്. അങ്ങനെ ആ ഓർഡറിലാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ദെൻ പ്രിപ്പയർഡ് അറ്റ് ഷോർട്ട് ഇന്റർവെൽസ് ഓഫ് ടൈം. നമ്മളത് കോസ്റ്റ് ഷീറ്റ് ഷോർട്ട് ഇന്റർവെൽസ് ഓഫ് ടൈമിൽ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കും. കാരണം കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അറിയാനാണ് ചിലപ്പോൾ പല സ്റ്റേജസിൽ വെച്ചിട്ടും നമ്മൾ കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യും. Then it reveals the details of total cost of the job, order or operation. അപ്പോൾ നമുക്ക് ഒരു പെർട്ടിക്കുലർ ജോബിന്റെ അല്ലെങ്കിൽ പ്രൊഡക്ഷന്റെ ടോട്ടൽ കോസ്റ്റ് അറിയാൻ പറ്റും. അത് മാത്രമല്ല എലമെന്റ്സ് ഓഫ് ടോട്ടൽ കോസ്റ്റും കോസ്റ്റ് പെർ യൂണിറ്റും നമ്മൾ കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. Then an analysis of the total cost of production and cost of sales is carried out by preparing a cost sheet. അപ്പോൾ നമ്മളൊരു കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷന്റെയും കോസ്റ്റ് ഓഫ് സെയിൽസിന്റെയും ഒരു അനാലിസിസ് ആണ് നടത്തുന്നത്. സോ ഇറ്റ്സ് an important document prepared by the costing department. Then it is prepared to analyze the components of total cost. അപ്പോൾ കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ടോട്ടൽ കോസ്റ്റിന്റെ കോമ്പണൻസ് കണ്ടുപിടിക്കാനാണ്. thereby determining പ്രൈം കോസ്റ്റ്, വർക്ക്സ് കോസ്റ്റ്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, കോസ്റ്റ് ഓഫ് സെയിൽസ് ആൻഡ് പ്രോഫിറ്റ്. അപ്പൊ നമ്മൾ അങ്ങനെ ഡിഫറെന്റ് കോമ്പണൻസ് അല്ലെങ്കിൽ എലമെന്റ്സ് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ പ്രൈം കോസ്റ്റ് കണ്ടുപിടിക്കുന്നു, വർക്ക്സ് കോസ്റ്റ് കണ്ടുപിടിക്കുന്നു, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, കോസ്റ്റ് ഓഫ് സെയിൽസ്, പ്രോഫിറ്റ് എല്ലാം കണ്ടുപിടിക്കുന്നു. So cost sheet is a statement showing the total cost under proper classification in a logical order. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. പക്ഷെ നമ്മൾ ഒരു ലോജിക്കൽ ഓർഡറിൽ പ്രോപ്പർ ക്ലാസിഫിക്കേഷൻ നടത്തി കോസ്റ്റ് എലമെന്റ്സ് ഓഫ് കോസ്റ്റിനെ പ്രോപ്പർ ക്ലാസിഫിക്കേഷൻ നടത്തിയിട്ടാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. ദെൻ നമുക്കൊരു കോസ്റ്റ് ഷീറ്റിന്റെ ഫോർമാറ്റ് നോക്കാം. അപ്പൊ കോസ്റ്റ് ഷീറ്റിന് നമ്മൾ ഇതേപോലെ നമ്മൾ പറഞ്ഞു എലമെന്റ്സ് ഓഫ് കോസ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ ഹെഡിങ് കോസ്റ്റ് ഷീറ്റ് എഴുതുക, അതിനുശേഷം എലമെന്റ്സ് ഓഫ് കോസ്റ്റ് ഒരു കോളം, ടോട്ടൽ കോസ്റ്റ് കോളവും ഉണ്ടാവും, കോസ്റ്റ് പെർ യൂണിറ്റ് കോളവും ഉണ്ടാവും. നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പറഞ്ഞു കോസ്റ്റ് പെർ യൂണിറ്റ് കണ്ടുപിടിക്കാനും നമുക്ക് കോസ്റ്റ് ഷീറ്റിൽ കൂടെ സാധിക്കും. ദെൻ ഇനി നമ്മൾ ഓരോ എലമെന്റ്സ് ഓഫ് കോസ്റ്റ് നമ്മൾ പറഞ്ഞ ഒരു ലോജിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്തിരിക്കുകയാണ് ഐറ്റംസിനെ. അപ്പോൾ ഫസ്റ്റ് വരുന്നതാണ് ഡയറക്റ്റ് മെറ്റീരിയൽസ്. ഈ ഡയറക്റ്റ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഡയറക്റ്റ് കോസ്റ്റ്, നമുക്ക് ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനെ നമ്മൾ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്, ഡയറക്റ്റ് കോസ്റ്റും ഇൻഡയറക്റ്റ് കോസ്റ്റും. ഇൻഡയറക്റ്റ് കോസ്റ്റിനെ നമ്മൾ ഓവർ ഹെഡ് എന്ന് വിളിക്കുന്നു. അപ്പൊ ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ സിംപ്ലി നമുക്ക് പറയാം ട്രേസബിൾ കോസ്റ്റ്, അഥവാ നമുക്ക് ആ പ്രൊഡക്റ്റില് നമ്മുടെ ഫിനിഷ്ഡ് പ്രൊഡക്റ്റില് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന കോസ്റ്റുകളെയാണ് നമ്മൾ ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് ആ ഒരു പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ, നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത പ്രൊഡക്റ്റ് എടുത്താൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ്. അപ്പൊ അതിൽ വരുന്നത് ഡയറക്റ്റ് മെറ്റീരിയൽസ് വരും, ഡയറക്റ്റ് വേജസ് വരും, ഡയറക്റ്റ് എക്സ്പെൻസുകൾ വരും. അപ്പൊ ഡയറക്റ്റ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ അതിൽ എത്ര മെറ്റീരിയൽ വന്നിട്ടുണ്ടെന്ന് കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നു. ഫോർ എക്സാമ്പിൾ ക്ലോത്ത് ഇൻ ഗാർമെന്റ്, ഒരു ഡ്രസ്സ് എടുത്തു കഴിഞ്ഞാൽ അതിൽ എത്രത്തോളം തുണി വേണ്ടി വന്നിട്ടുണ്ടെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഒരു ഷർട്ട് നമ്മൾ എടുത്താൽ അതിൽ എത്ര മീറ്റർ തുണിയാണ് വേണ്ടി വന്നിട്ടുള്ളതെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ലെതർ ഇൻ ഷൂസ്, ഒരു ഷൂസിൽ എത്ര മെറ്റീരിയൽസ് ആണ് ലെതർ ഉപയോഗിച്ചിരിക്കുന്നത്. ദെൻ അതാണ് ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ഡയറക്റ്റ് ലേബർ, അതായത് ഒരു അല്ലെങ്കിൽ പ്രൊഡക്റ്റീവ് വേജസ് അല്ലെങ്കിൽ ഡയറക്റ്റ് വേജസ് എന്ന് പറയും. അപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് എടുത്തു കഴിയുമ്പോൾ അതിൽ ഡയറക്റ്റ് ലേബർ അല്ലെങ്കിൽ ഡയറക്റ്റ് വേജ് എത്ര കൊടുത്തു. ഫോർ എക്സാമ്പിൾ ഫർണിച്ചർ ആണെന്ന് വിചാരിക്കുക, ഫർണിച്ചർ ഉണ്ടാക്കാനായിട്ട് കാർപ്പന്റർക്ക് നമ്മൾ എത്ര വേജ് കൊടുത്തു, അതാണ് ഡയറക്റ്റ് വേജസ്. നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം ഒരു പർട്ടിക്കുലർ ഫർണിച്ചർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എത്ര വേജ് ആണ് കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് അതുപോലെ ഡയറക്റ്റ് എക്സ്പെൻസസ്, നമ്മൾ ഡയറക്റ്റ് ആയിട്ട് വരുന്ന നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഡയറക്റ്റ് ആയിട്ട് വരുന്ന എക്സ്പെൻസുകളാണ് ഇതിൽ വരുന്നത്. റോയൽറ്റി, എക്സ്പെരിമെന്റൽ എക്സ്പെൻസുകൾ, അതായത് നമ്മളിപ്പോൾ പാട്ടത്തിന് ലീസിനൊക്കെയാണ് എടുത്തിരിക്കുന്നതെങ്കിൽ നമ്മൾ റോയൽറ്റി കൊടുക്കുന്നു.
ദെൻ എക്സ്പെരിമെന്റൽ നമ്മുടെ പ്രൊഡക്ഷൻ റിലേറ്റഡ് ആയിട്ട് എക്സ്പെരിമെന്റ്സ് നടത്തുന്നുണ്ടെങ്കിൽ എക്സ്പെരിമെന്റൽ എക്സ്പെൻസ്, അതൊക്കെ ഡയറക്റ്റ് ആയിട്ടുള്ള എക്സ്പെൻസുകളാണ്. കാരണം പ്രൊഡക്ഷൻ നടത്തണമെങ്കിൽ നമുക്ക് എക്സ്പെരിമെന്റ് നടത്തിയിട്ട് വേണം ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ. അപ്പൊ അങ്ങനെ അത് നമുക്ക് നേരിട്ട് ചാർജബിൾ ആണ്, നേരെ പ്രൊഡക്റ്റിലോട്ട് നമുക്ക് ചാർജ് ചെയ്യാവുന്നതാണ്. അങ്ങനെയുള്ള ഐറ്റംസിനാണ് നമ്മൾ ഡയറക്റ്റ് കോസ്റ്റ് വരുന്നത്. അപ്പൊ ഡയറക്റ്റ് കോസ്റ്റ് വരുന്ന ഐറ്റമാണ് ഡയറക്റ്റ് മെറ്റീരിയൽസ്, ഡയറക്റ്റ് വേജസ്, ഡയറക്റ്റ് എക്സ്പെൻസ്. ദെൻ പിന്നെ വരുന്നതെല്ലാം ഓവർഹെഡ് ആണ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളാണ്. അപ്പൊ ഫോർമാറ്റിലേക്ക് വരുമ്പോൾ ആദ്യം ഡയറക്റ്റ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മെറ്റീരിയൽസ് കൺസ്യൂംഡ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടുന്നത്. അതായത് എത്ര മെറ്റീരിയൽ നമ്മൾ ഉപയോഗിച്ചു, പർട്ടിക്കുലർ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ എത്ര മെറ്റീരിയൽ ഉപയോഗിച്ചു. അതിന് നമ്മൾ ചെയ്യുന്നത് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ എഴുതുക, ദെൻ അതിനോടുകൂടി പർച്ചേസ് ഓഫ് മെറ്റീരിയൽ ആഡ് ചെയ്യുക. എപ്പോഴും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, പർച്ചേസിന്റെ ഒപ്പം തന്നെ ക്യാരേജ് ഉണ്ടെങ്കിൽ നമ്മൾ പർച്ചേസ് ചെയ്തൊരു പ്രൊഡക്റ്റ് നമ്മുടെ ഫാക്ടറിയിലേക്ക് കൊണ്ടുവരാതെ നമുക്കത് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്യാരേജ് കൊടുത്ത് ചിലപ്പോൾ നിങ്ങൾ കൊണ്ടുവരേണ്ടി വരും. അപ്പൊ ക്യാരേജ് തന്നിട്ടുണ്ടെങ്കിൽ, ക്യാരേജ് ഓൺ പർച്ചേസ് ഉണ്ടെങ്കിൽ പർച്ചേസസിന്റെ ഒപ്പം തന്നെ അതും കൂടെ ആഡ് ചെയ്യുക. ദെൻ ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ. നെക്സ്റ്റ് വരുന്നത് ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ, വിൽക്കാതെ റോ മെറ്റീരിയൽസിന്റെ ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അത് ലെസ് ചെയ്യുക. കാരണം നമ്മൾ പ്രൊഡക്ഷന് വേണ്ടി ഉപയോഗിച്ചിട്ടില്ല. അപ്പൊ നമുക്ക് കിട്ടുന്നതാണ് മെറ്റീരിയൽസ് കൺസ്യൂംഡ്, നമ്മൾ എത്ര മെറ്റീരിയൽ ഉപയോഗിച്ചു. ദെൻ നെക്സ്റ്റ് വരുന്ന ഡയറക്റ്റ് ഐറ്റം ആണ് ഡയറക്റ്റ് വേജസ് അഥവാ പ്രൊഡക്റ്റീവ് വേജസ്, അത് നമ്മൾ ആഡ് ചെയ്യുന്നു. ദെൻ ഡയറക്റ്റ് എക്സ്പെൻസ് അല്ലെങ്കിൽ ചാർജബിൾ എക്സ്പെൻസും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് പ്രൈം കോസ്റ്റ്. അപ്പോൾ ഒന്നാമത്തേതാണ് പ്രൈം കോസ്റ്റ്. ഈ ഒരു ഫോർമാറ്റിൽ തന്നെയാണ് നമ്മൾ ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് വർക്ക്സ് ഓവർ ഹെഡ് അല്ലെങ്കിൽ ഫാക്ടറി ഓവർ ഹെഡ് അല്ലെങ്കിൽ വർക്ക്സ് ഓൺ കോസ്റ്റ് എന്നൊക്കെ തരും. അപ്പൊ വർക്ക്സ് ഓവർ ഹെഡ് എന്ന് പറയുന്നത് ഫാക്ടറി റിലേറ്റഡ് ആയിട്ട് നമുക്ക് വരുന്ന ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളെ എല്ലാം. അപ്പൊ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ, ഓവർ ഹെഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രത്യേകത നമുക്ക് പ്രൊഡക്റ്റിൽ കറക്റ്റ് ആയിട്ട് ട്രേസ് ചെയ്യാൻ പറ്റില്ല, ഡയറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത എക്സ്പെൻസുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് അല്ലെങ്കിൽ ഓവർ ഹെഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതും ഇതുപോലെ തന്നെ നമുക്ക് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ ഉണ്ട്, ഇൻഡയറക്റ്റ് ലേബർ ഉണ്ട്, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ഉണ്ട്. അപ്പൊ ഇൻഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രൊഡക്റ്റിൽ കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത മെറ്റീരിയൽസ് പ്രൊഡക്ഷന് വേണ്ടി ഉപയോഗിക്കുന്നു. ഫോർ എക്സാമ്പിൾ നമ്മൾ ഓയിൽ, ഗ്രീസ്, ഇപ്പൊ മെഷീൻ വർക്ക് ചെയ്യുമ്പോൾ മെഷീൻ ഓയിൽ കൊടുക്കണം, ഗ്രീസ് അങ്ങനെയുള്ളതൊക്കെ കൊടുക്കുന്നതാണ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ വരുന്നത്. ഇൻഡയറക്റ്റ് ലേബർ എന്ന് പറയുന്നത് നമ്മുടെ വർക്കേഴ്സിനെ സൂപ്പർവൈസ് ചെയ്യാൻ സൂപ്പർവൈസർക്ക് സാലറി കൊടുക്കുന്നു. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് സൂപ്പർവൈസർ പല വർക്കേഴ്സിനെയും, ഒരൊറ്റ വർക്കർ മാത്രമായിട്ട് ഒരു സൂപ്പർവൈസർ ഉണ്ടാവില്ല, സൂപ്പർവൈസർ പല വർക്കേഴ്സിനെയും സൂപ്പർവൈസ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അത് ഒരു പർട്ടിക്കുലർ സൂപ്പർവൈസർ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിലേക്ക് എത്ര വർക്ക് ചെയ്തു എന്ന് അറിയാൻ പറ്റില്ല. അപ്പൊ അത് നമുക്ക് ഇൻഡയറക്റ്റ് ആണ്. ദെൻ ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളിലേക്ക് വരുമ്പോൾ നമുക്ക് ആ പ്രൊഡക്റ്റിൽ കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ റെന്റ് കൊടുത്ത്, ഫാക്ടറിക്ക് റെന്റ് കൊടുത്തത്, ഇൻഷുറൻസ് എടുത്തത്, അതുപോലെ ക്യാൻറ്റീൻ എക്സ്പെൻസുകൾ വരുന്നു, ലൈറ്റിംഗ് എക്സ്പെൻസ് വരുന്നു. ഇങ്ങനെയുള്ള ഐറ്റംസ് ആണ് വർക്ക്സ് ഓവർ ഹെഡ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് പ്രൈം കോസ്റ്റിനോട് കൂടി നമ്മൾ വർക്ക്സ് ഓവർ ഹെഡ് ആഡ് ചെയ്യുന്നു, അപ്പോഴാണ് നമുക്ക് വർക്ക്സ് കോസ്റ്റ് കിട്ടുന്നത്. പക്ഷെ ഇവിടെ നമുക്ക് ചെറിയൊരു പ്രോസസ് ഉണ്ട്. കാരണം നമ്മുടെ പ്രൊഡക്ഷൻ നടക്കുന്നിടത്ത് ചിലപ്പോൾ സ്ക്രാപ്പുകൾ വരാം. ചിലപ്പോൾ ആ പ്രൊഡക്റ്റ് നമ്മൾ ഡിസൈൻ ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ ആ വേസ്റ്റ് അവിടെ കട്ട് ചെയ്ത് വരും. അങ്ങനെയുള്ള സ്ക്രാപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ അത് വിറ്റിട്ടുണ്ടെങ്കിൽ ആ സ്ക്രാപ്പ് ഇവിടെ ലെസ് ചെയ്യണം. അതുപോലെ വർക്ക് ഇൻ പ്രോഗ്രസിന്റെ ഓപ്പണിംഗ് ഉണ്ടെങ്കിൽ, ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യണം, ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ഉണ്ടെങ്കിൽ ലെസ് ചെയ്യണം. അപ്പൊ വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ തുടങ്ങി പക്ഷേ പ്രൊഡക്ഷൻ കഴിഞ്ഞിട്ടില്ല, വർക്ക് ഇൻ പ്രോഗ്രസ് ആണ്, നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ അതിന്റെ ഓപ്പണിംഗ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യുക, ദെൻ ക്ലോസിംഗ് ഉണ്ടെങ്കിൽ ലെസ് ചെയ്യുക. അപ്പൊ നമുക്ക് കിട്ടുന്നതാണ് വർക്ക്സ് കോസ്റ്റ്. ഇനി വർക്ക്സ് കോസ്റ്റിനോട് കൂടിയിട്ട് നമ്മൾ അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ് ആഡ് ചെയ്യുമ്പോൾ, അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ് എന്ന് പറഞ്ഞാൽ ഓഫീസ് റിലേറ്റഡ് ആയിട്ട് വരുന്ന എല്ലാ ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളെയുമാണ് നമ്മൾ അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഐറ്റംസ് ഏതൊക്കെ വരും എന്നുള്ളത്. അപ്പൊ വർക്ക്സ് കോസ്റ്റിനോട് കൂടിയിട്ട് അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടും. ദെൻ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനോട് കൂടിയിട്ട് നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ആഡ് ചെയ്യുകയും ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ലെസ് ചെയ്യുകയും ചെയ്യുമ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടി. നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടിക്കഴിയുമ്പോൾ അതിൽ നമ്മൾ ഇപ്പൊ എത്രത്തോളം പ്രൊഡ്യൂസ് ചെയ്തു, അല്ലെങ്കിൽ നമുക്ക് വിറ്റ ഗുഡ്സിന് എത്ര രൂപ നമുക്ക് പ്രൊഡക്ഷന് വേണ്ടി വന്നു എന്നറിയാൻ, നമുക്ക് എത്ര കോസ്റ്റ് വന്നു, നമ്മൾ വിറ്റ ഗുഡ്സിന് എത്ര കോസ്റ്റ് വന്നു എന്നറിയാനായിട്ട് നമ്മൾ ചെയ്യുന്നത്, ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ടായിരുന്നായിരിക്കും ഫിനിഷ്ഡ് ഗുഡ്സ്, നമ്മൾ ആദ്യം അതായിരിക്കും വിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അത് ആഡ് ചെയ്തു. ദെൻ
ക്ലോസിംഗ് സ്റ്റോക്ക് വിൽക്കാതെ കിടക്കുന്നുണ്ടെങ്കിൽ അത് ലെസ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് കിട്ടുന്നതാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ദെൻ അതിനോട് കൂടിയിട്ട് നമ്മൾ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ് ആഡ് ചെയ്യുന്നു. സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ് എന്ന് പറഞ്ഞാൽ സെയിൽസ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഡയറക്റ്റ് എക്സ്പെൻസുകൾ. അപ്പൊ സെയിൽസ്മാന് കമ്മീഷൻ കൊടുക്കുന്നു, സെല്ലിംഗ് ഓവർ ഹെഡ് ആണ്. ദെൻ വെയർ ഹൗസിൽ എവിടെയെങ്കിലും ഒക്കെ കൊണ്ടുപോയിട്ട് ഇടണം നമുക്ക് ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയിട്ട്, അതൊക്കെ ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ് ആണ്. ദെൻ അത് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് കോസ്റ്റ് ഓഫ് സെയിൽസ് കിട്ടി, അല്ലെങ്കിൽ ടോട്ടൽ കോസ്റ്റ്. നമുക്ക് വരുന്ന ടോട്ടൽ കോസ്റ്റ് ആയി കഴിഞ്ഞു. ഇപ്പൊ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ടോട്ടലി എന്ത് ചെലവ് വന്നു? പ്രൊഡ്യൂസ് ചെയ്ത് വിൽക്കാൻ, പ്രൊഡ്യൂസ് ചെയ്യാൻ മാത്രമല്ല പ്രൊഡ്യൂസ് ചെയ്ത് നമുക്ക് വിൽക്കാൻ എത്ര മാക്സിമം ചെലവ് വന്നു എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ദെൻ ചില ക്വസ്റ്റ്യനിൽ നമുക്ക് പ്രോഫിറ്റ് തന്നിട്ടുണ്ടാവും, അപ്പൊ നമ്മൾ അതിനോടുകൂടി പ്രോഫിറ്റ് ആഡ് ചെയ്ത സെയിൽസ് കിട്ടും. ചിലപ്പോൾ നമുക്ക് സെയിൽസ് ആയിരിക്കും തന്നിട്ടുണ്ടാവുക, അപ്പൊ നമ്മൾ ഇറക്കി സെയിൽസ് എഴുതിയിട്ട് സെയിൽസിൽ നിന്നും കോസ്റ്റ് ഓഫ് സെയിൽസും തമ്മിലുള്ള ഡിഫറൻസ് ആണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ദെൻ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് നോക്കാം. നമ്മളിപ്പോ കോസ്റ്റ് ഷീറ്റിന്റെ വർക്ക്സ് ഓവർ ഹെഡ്, അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ് എന്നൊക്കെ പറഞ്ഞു. അതിൽ ഏതൊക്കെയാണ് ഐറ്റംസ് വരുന്നതെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പൊ ഡയറക്റ്റ് ഐറ്റംസ് 3 ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസ്. ഇത് മൂന്നും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് പ്രൈം കോസ്റ്റ് കിട്ടി. ദെൻ വർക്ക്സ് ഓവർ ഹെഡ് അല്ലെങ്കിൽ ഫാക്ടറി ഓവർ ഹെഡ് എന്ന് പറയുമ്പോൾ അതിൽ വരുന്നത് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് ലേബർ, ദെൻ ഫാക്ടറി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ എക്സ്പെൻസുകളും, ഫാക്ടറി ലൈറ്റിംഗ്, ഫാക്ടറി ഇൻഷുറൻസ്, ഫോർമാൻസ് സാലറി. അപ്പൊ ഈ ഐറ്റംസ് എല്ലാം നിങ്ങൾ നോക്കി പഠിച്ചു വെക്കുക. ഡിപ്രിസിയേഷൻ ഓൺ പ്ലാന്റ് ആൻഡ് മെഷീനറി, വർക്ക്സ് മാനേജേഴ്സ് സാലറി, കൺസ്യൂമബിൾ സ്റ്റോഴ്സ്, അതായത് നമ്മൾ ഉപയോഗിക്കുന്ന കോട്ടൺ വേസ്റ്റ്, ഓയിൽ പോലുള്ള സാധനങ്ങളെയാണ് നമ്മൾ കൺസ്യൂമബിൾ സ്റ്റോഴ്സ് എന്ന് പറയുന്നത്. മോട്ടീവ് പവർ, റിപ്പയേഴ്സ്, ഫ്യൂവൽ ആൻഡ് പവർ. അപ്പൊ ഫാക്ടറി റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസുകൾ, പ്രൊഡക്ഷൻ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസുകൾ എല്ലാം വർക്ക്സ് ഓവർ ഹെഡിന്റെ കീഴിൽ വരും. അപ്പൊ അത് ആഡ് ചെയ്യുമ്പോൾ പ്രൈം കോസ്റ്റിനോട് കൂടി വർക്ക്സ് ഓവർ ഹെഡ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് വർക്ക്സ് കോസ്റ്റ്. ഇനി വർക്ക്സ് കോസ്റ്റ് കഴിഞ്ഞാൽ അതിനോട് കൂടിയിട്ട് നമ്മൾ ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ് ആണ് ആഡ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു ഓഫീസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളാണ്. ഇതിൽ വരുന്നതാണ് ഓഫീസ് റെന്റ് ആൻഡ് റേറ്റ്സ്, ഓഫീസ് ലൈറ്റിംഗ്, ഓഫീസ് സ്റ്റേഷനറി, ദെൻ ഡിപ്രിസിയേഷൻ ഓൺ ഫർണിച്ചർ, അപ്പൊ പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി, പോസ്റ്റേജ്, സൺട്രി എക്സ്പെൻസസ്, ഓഡിറ്റ് ഫീസ്. ഓഫീസ് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസുകളാണ് ഓഫീസ് ഓവർ ഹെഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വർക്ക്സ് കോസ്റ്റിനോട് കൂടിയിട്ട് നമ്മൾ ഓഫീസ് ഓവർ ഹെഡ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടും. നമുക്ക് എത്ര എക്സ്പെൻസ് ആണ് പ്രൊഡക്ഷന് വേണ്ടി വന്നത് അല്ലെങ്കിൽ എത്ര കോസ്റ്റ് ആണ് പ്രൊഡക്ഷന് വേണ്ടി വന്നതെന്ന് അറിയാൻ പറ്റും. ദെൻ ഇതിനോട് കൂടി നമ്മൾ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ് ആണ് ആഡ് ചെയ്യുന്നത്. അതായത് സെയിൽസ് റിലേറ്റഡ് ആയിട്ട് നമുക്ക് വരുന്ന എക്സ്പെൻസുകൾ, അഡ്വർടൈസിങ്, സെയിൽസ്മാൻ സാലറി, കമ്മീഷൻ, ചിലപ്പോൾ ബാഡ് ഡെപ്റ്റ് വരാം, ക്യാരേജ് കൊടുത്തേക്കാം, ക്യാരേജ് ഔട്ട്വേർഡ്സ്, ഷോറൂം എക്സ്പെൻസ്, വെയർഹൗസ് എക്സ്പെൻസ്, ഡിപ്രിസിയേഷൻ ആൻഡ് റിപ്പയർസ് ഓഫ് ഡെലിവറി വാൻ, ദെൻ അതർ സെല്ലിംഗ് എക്സ്പെൻസസ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് റിസർച്ച്, സെല്ലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ എക്സ്പെൻസുകളുമാണ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡിൽ വരുന്നത്. അപ്പൊ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനോട് കൂടി നമ്മൾ ഈ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡിന്റെ ടോട്ടൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് സെയിൽസ് കിട്ടും, അല്ലെങ്കിൽ നമ്മുടെ ടോട്ടൽ കോസ്റ്റ് കിട്ടി. ദെൻ നമുക്കിവിടെ സെയിൽസ് അറിയാന്നുണ്ടെങ്കിൽ സെയിൽസും കോസ്റ്റ് ഓഫ് സെയിൽസും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കൊരു ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. The following figures are extracted from the books of Navbharat Limited for the year ended 31st December 2018. അപ്പോൾ നമുക്ക് 31st December 2018 നവഭാരതിന്റെ ഡാറ്റയാണ് തന്നിരിക്കുന്നത്. Prepare a cost sheet showing clearly the total cost and cost per unit under prime cost, factory cost and office cost. അപ്പോൾ നമ്മളോട് ഒരു കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓൾസോ കാൽക്കുലേറ്റ് പ്രോഫിറ്റ് ഓർ ലോസ് മെയ്ഡ്. അപ്പം തന്നെ നമ്മൾ പ്രോഫിറ്റും ലോസും എത്രയെന്ന് കണ്ടുപിടിക്കണം. അപ്പം നമുക്ക് ഐറ്റംസ് തന്നിട്ടുണ്ട്. ഡയറക്റ്റ് ഐറ്റംസ് ആദ്യം തന്നിട്ടുണ്ട്, മെറ്റീരിയൽ ഉണ്ട്, ലേബർ ഉണ്ട്. ദെൻ ഡിപ്രിസിയേഷൻ, ഫാക്ടറി ബിൽഡിംഗ്, ഓഫീസ് ബിൽഡിംഗ്, സ്റ്റാഫ് കാർ, ബ്രാഞ്ച് ഓഫീസ് എക്സ്പെൻസ്. നമ്മളിവിടെ ബ്രാഞ്ച് ഓഫീസ് എക്സ്പെൻസ് ഒക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഇവിടെ പറഞ്ഞതായിരുന്നു കേട്ടോ. ബ്രാഞ്ച് ഓഫീസ് എക്സ്പെൻസ് എന്നൊക്കെ പറയുന്നത് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ് ആണ് ബ്രാഞ്ച് ഓഫീസ് എക്സ്പെൻസ്. അപ്പൊ ഈ ഐറ്റംസ് ഇതിന്റെ കീഴിൽ വരുന്നത് നന്നായിട്ട് പഠിച്ചു വെക്കാം, എങ്കിലേ നമുക്ക് ഡീറ്റെയിൽഡ് കോസ്റ്റ് ഷീറ്റ് എഴുതാൻ പറ്റുള്ളൂ. ദെൻ ഇൻഷുറൻസ്, സ്റ്റാഫ് കാർ, ഓഫീസ് ബിൽഡിംഗ്. ഇൻഷുറൻസ് ധരിക്കുന്നത് സ്റ്റാഫിന്റെ കാറിനുണ്ട്, ഓഫീസ് ബിൽഡിങ്ങിനുണ്ട്, ഫാക്ടറി ബിൽഡിങ്ങിനുണ്ട്. ദെൻ ഡെലിവറി വാൻ മെയിൻ്റനൻസ്. ദെൻ സാലറി ആർക്കൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്? സെയിൽസ് മാനേജർ, ഫാക്ടറി മാനേജർ, ഓഫീസ് സ്റ്റാഫ്. ദെൻ ഫിനിഷ്ഡ് ഗുഡ്സ്, വെയർഹൗസ് എക്സ്പെൻസ്. ദെൻ ഇലക്ട്രിസിറ്റി,
ഇൻക്ലൂഡിങ് 4000 ഫോർ ഓഫീസ്. അപ്പോൾ ബാക്കിയുള്ള ഇലക്ട്രിസിറ്റി ഫാക്ടറിയിലേക്കായിരിക്കും. മൊത്തം 40,000 ആണെങ്കിൽ അതിൽ 4,000 ഓഫീസ് ഓവർഹെഡ് ആയിട്ട് വരും, ബാക്കിയുള്ളത് ഫാക്ടറി ഓവർഹെഡ് ആയിരിക്കും. Then advertisement, sundry factory expense, sales promotion, expenses for participation in an exhibition, sales unit produced. ഇത്ര ഐറ്റംസ് ആണ് തന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ കോസ്റ്റ് ഷീറ്റിൽ നമ്മൾ പറഞ്ഞ ക്ലാസിഫിക്കേഷന് കീഴിൽ ഓരോന്നും കൊണ്ടുവരാം. ഡയറക്റ്റ് മെറ്റീരിയലും ഡയറക്റ്റ് ലേബർ കൊടുത്തു. ദെൻ ഫാക്ടറി അപ്പൊ നമുക്ക് പ്രൈം കോസ്റ്റ് കിട്ടി. ഇനി ഫാക്ടറി ഓവർഹെഡിന്റെ കീഴിൽ വരുന്ന ഐറ്റംസ് ഏതൊക്കെയാണ് നമ്മൾ നേരത്തെ പഠിച്ച ഫോർമാറ്റിന്റെ ബേസിസിൽ നമ്മൾ നോക്കുക. നമുക്കറിയാം ഡിപ്രിസിയേഷൻ തന്നിട്ടുണ്ട്. ഫാക്ടറി ബിൽഡിങ്ങിന് ഡിപ്രിസിയേഷൻ ഉണ്ട്. അപ്പൊ നമ്മൾ അത് ഇവിടെ റെക്കോർഡ് ചെയ്യുന്നു. ഫാക്ടറി ബിൽഡിങ്ങിന്റെ ഡിപ്രിസിയേഷൻ. ദെൻ ഈ ഫാക്ടറി റിലേറ്റഡ് ആയിട്ട് വേറെ ഏതൊക്കെ ആയിട്ടുണ്ട് നോക്കുക. ഓഫീസ് ബിൽഡിംഗ് ഇതിൽ വരുന്നതല്ല. ദെൻ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട് ഫാക്ടറി ബിൽഡിങ്ങിന്. അപ്പോൾ ഫാക്ടറി ബിൽഡിങ്ങിന്റെ ഇൻഷുറൻസ് ഓൺ ഫാക്ടറി ബിൽഡിംഗ്. ഇനി ഫാക്ടറി റിലേറ്റഡ് ആയിട്ട് വരുന്ന എക്സ്പെൻസുകൾ ഏതാന്ന് നോക്കുക. ദെൻ ഡെലിവറി, സാലറി നോക്കൂ. സാലറിയിലുണ്ട് ഫാക്ടറി മാനേജർക്ക് സാലറി ഉണ്ട്. അപ്പൊ നമ്മൾ ഫാക്ടറി മാനേജറുടെ സാലറി കാൽക്കുലേറ്റ് എടുക്കുന്നു. ദെൻ നേരത്തെ ഇലക്ട്രിസിറ്റി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പറഞ്ഞിരുന്നു. ഇവിടെ ഇലക്ട്രിസിറ്റി ഇൻക്ലൂഡിങ് 4,000 ഫോർ ഓഫീസ്. 40,000 ആണ്, അതിൽ 4,000 ഓഫീസ് ഓവർഹെഡ് ആണ്. അപ്പൊ ബാക്കി 36,000 നമുക്ക് ഫാക്ടറി റിലേറ്റഡ് ആണ്. അപ്പോ ഫാക്ടറി ഇലക്ട്രിസിറ്റി 36,000. ഇനി വീണ്ടും ഐറ്റംസ് വല്ലതും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അപ്പൊ നോക്കുമ്പോൾ സൺട്രി ഫാക്ടറി എക്സ്പെൻസസ് ഉണ്ട്. ഫാക്ടറി റിലേറ്റഡ് ആയിട്ടുള്ള സൺട്രി എക്സ്പെൻസസ് 3,40,000 ഉണ്ട്. അപ്പൊ നമ്മൾ ഇതെല്ലാം കൂടെ ആഡ് ചെയ്തു, ഇവിടെ എഴുതി. ദെൻ പ്രൈം കോസ്റ്റിനോട് കൂടിയിട്ട് ഈ ഫാക്ടറി ഓവർഹെഡുകളെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് വർക്ക്സ് കോസ്റ്റ് കിട്ടും. ദെൻ വർക്ക്സ് കോസ്റ്റിനോട് കൂടിയിട്ട് നമ്മൾ ചെയ്യുന്നത് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡുകൾ ആഡ് ചെയ്യുന്നു. അഥവാ ഓഫീസ് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസുകളെയാണ് നമ്മൾ അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ വരുന്നത് ഓഫീസ് ബിൽഡിങ്ങിന്റെ ഡിപ്രിസിയേഷൻ വരും, ഓഫീസ് ബിൽഡിങ്ങിന്റെ ഇൻഷുറൻസ് വരും. ദെൻ അങ്ങനെയുള്ള ഐറ്റംസ് ആണ് നമ്മളെ ഓഫീസ് സ്റ്റാഫിന്റെ സാലറി, ഡിപ്രിസിയേഷൻ ഓഫീസ് ബിൽഡിംഗ്, ഡിപ്രിസിയേഷൻ ഓഫ് സ്റ്റാഫ് കാർ, then insurance on staff car, insurance on office building. Then next നോക്കൂ, ഇലക്ട്രിസിറ്റിയുടെ കാര്യത്തിൽ 4,000 rupees പറഞ്ഞിട്ടുണ്ട് നമ്മൾ. ഇലക്ട്രിസിറ്റി 4,000 rupees. ദെൻ സാലറിയിൽ ഓഫീസ് സ്റ്റാഫിന്റെ സാലറി. ഇത്രയും ഐറ്റംസ് ആണ് നമുക്ക് ഓഫീസ് റിലേറ്റഡ് ആയിട്ട് വരുന്ന എക്സ്പെൻസുകൾ. അപ്പൊ വർക്ക്സ് കോസ്റ്റിനോട് കൂടി എന്നിട്ട് നമ്മൾ ഈ ഐറ്റംസ് എല്ലാം ഇവിടെ എടുത്ത് എഴുതി, അത് ആഡ് ചെയ്ത് ഇവിടെ എഴുതി. വർക്ക്സ് കോസ്റ്റിനോട് കൂടിയിട്ട് നമ്മൾ ഇതിന്റെ ടോട്ടൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഇനി ഇതിനോട് കൂടിയിട്ട് നമ്മൾ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് ആണ് ആഡ് ചെയ്യാൻ പോകുന്നത്. അതായത് സെല്ലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളും. അപ്പൊ സെയിൽസ് റിലേറ്റഡ് ആയിട്ട് വരുന്നത് നമ്മൾ നോക്കുക, ഓരോ ഐറ്റംസ് എടുത്ത് നോക്കുക. ഡെലിവറി വാൻ മെയിൻ്റനൻസ്, ഡെലിവറി വാന്റെ മെയിൻ്റനൻസ് എന്ന് പറഞ്ഞാൽ സെയിൽസ് റിലേറ്റഡ് അല്ലെങ്കിൽ നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ റിലേറ്റഡ് ആണ്. അപ്പോൾ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് ആണ്. അപ്പൊ ഡെലിവറി വാൻ റണ്ണിങ് എക്സ്പെൻസ്. ദെൻ വെയർഹൗസ് എക്സ്പെൻസ്, ഫിനിഷ്ഡ് ഗുഡ്സിന്റെ വെയർഹൗസ് എന്ന് പറയുമ്പോൾ ഡിസ്ട്രിബ്യൂഷൻ റിലേറ്റഡ് ആണ്. അതുപോലെ അഡ്വർടൈസ്മെന്റ്, ദെൻ സെയിൽസ് പ്രൊമോഷൻ, എക്സ്പെൻസസ് ഫോർ പാർട്ടിസിപ്പേഷൻ ഇൻ ആൻ എക്സിബിഷൻ. എക്സിബിഷനിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിന് എന്തിനാണ്? നമ്മുടെ പ്രൊഡക്റ്റ് വിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എക്സിബിഷനിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ആ എല്ലാ സെല്ലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസുകളും എടുത്ത് എഴുതിയിട്ട് അതിന്റെ ടോട്ടൽ ഇങ്ങോട്ടേക്ക് എഴുതുന്നു. ദെൻ നമ്മൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനോട് കൂടി സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് സെയിൽസ് കിട്ടി. അഥവാ നമ്മൾ വിറ്റ ഗുഡ്സിന് എത്ര രൂപ വന്നു, ദെൻ അതും സെയിൽസും തമ്മിലുള്ള ഡിഫറൻസ് ആണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് പ്രോഫിറ്റ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ കോസ്റ്റ് ഓഫ് സെയിൽസിനോട് കൂടി പ്രോഫിറ്റ് ആഡ് ചെയ്താൽ നമുക്ക് സെയിൽസ് കിട്ടും. നേരെ തിരിച്ച് സെയിൽസ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ കോസ്റ്റ് ഓഫ് സെയിൽസിൽ നിന്നും കോസ്റ്റ് ഓഫ് സെയിൽസ് കുറച്ചാൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. ഇനി നമുക്ക് ഒരു കോസ്റ്റ് ഷീറ്റ്, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കോസ്റ്റ് ഷീറ്റ് ഒന്നുകൂടെ നോക്കാം. പ്രിപ്പയർ കോസ്റ്റ് ഷീറ്റ് ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ റിലേറ്റിംഗ് ടു പ്രൊഡക്റ്റ് എക്സ്. പ്രൊഡക്റ്റ് എക്സിന് വേണ്ട കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ റോ മെറ്റീരിയൽസിന്റെയും ഫിനിഷ്ഡ് ഗുഡ്സിന്റെയും ഓപ്പണിംഗ് സ്റ്റോക്ക് 1/1/2018 തന്നിട്ടുണ്ട്. റോ മെറ്റീരിയൽ 4,000 തന്നിരിക്കുന്നു. ഫിനിഷ്ഡ് ഗുഡ്സിന് 400 യൂണിറ്റ്സ് ആണ് എന്ന് തന്നിട്ടുണ്ട്. എമൗണ്ട് 3,200. Then purchase of raw material തന്നിട്ടുണ്ട്. ഡയറക്റ്റ് വേജസ് ഉണ്ട്. വർക്ക്സ് ഓൺ കോസ്റ്റ് എന്ന് പറയുന്നത് വർക്ക്സ് ഓവർഹെഡ് ആണ് അല്ലെങ്കിൽ ഫാക്ടറി ഓവർഹെഡ് ആണ്.
ദെൻ വർക്ക് ഇൻ പ്രോഗ്രസ് ഓപ്പണിങ്ങും ക്ലോസിങ്ങും തന്നിട്ടുണ്ട്. നമ്മളപ്പോൾ ഡീറ്റെയിൽഡ് കോസ്റ്റ് ഷീറ്റിൽ അത് പഠിച്ചതാണ്. ഓഫീസ് ഓവർ ഹെഡ് തന്നിട്ടുണ്ട്. ദെൻ ക്ലോസിംഗ് ഡേറ്റിലെ സ്റ്റോക്ക് തന്നിട്ടുണ്ട്. റോ മെറ്റീരിയൽസിനും ഉണ്ട് ഫിനിഷ്ഡ് ഗുഡ്സിനും ഉണ്ട്. 800 യൂണിറ്റ്സ് ആണെന്ന് തന്നിട്ടുണ്ട്. പക്ഷെ അതിന്റെ വാല്യൂ തന്നിട്ടില്ല. അപ്പൊ നമ്മള് അതിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ എന്തിന്റെ ബേസിസിൽ കണ്ടുപിടിക്കും? നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ കണ്ടുപിടിക്കാൻ. അപ്പൊ ഏതൊക്കെ ഐറ്റംസ് ഉണ്ട് നമ്മൾ ക്വസ്റ്റ്യൻ ഫുള്ള് വായിച്ചു കഴിയുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. ദെൻ സെയിൽ ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് 60,000. ഫിനിഷ്ഡ് ഗുഡ്സ് വിറ്റപ്പോൾ കിട്ടിയത് 60,000 രൂപ. സെല്ലിംഗ് എക്സ്പെൻസസ് വേർ കാൽക്കുലേറ്റഡ് ടു ബി 20 പൈസ പെർ യൂണിറ്റ് സോൾഡ്. അപ്പൊ സെല്ലിംഗ് എക്സ്പെൻസ് അല്ലെങ്കിൽ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ് എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് വിൽക്കുമ്പോൾ ആ വിറ്റ യൂണിറ്റിന്റെ ഒരു യൂണിറ്റിന് 20 പൈസ. ടോട്ടൽ പ്രൊഡക്ഷൻ ഡ്യൂറിങ് 2018 വാസ് 6,400 യൂണിറ്റ്സ്. അപ്പൊ നമുക്ക് 2018 ഡാറ്റയാണ് ഈ തന്നിരിക്കുന്നത്, 1/1 മുതൽ 31/12 വരെ. അപ്പോൾ ആ ഒരു വർഷം പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് 6,400 യൂണിറ്റ്സ് ആണ്. കാൽക്കുലേറ്റ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് പ്രോഫിറ്റ്. അപ്പൊ നമ്മൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനും കണ്ടുപിടിക്കണം, പ്രോഫിറ്റും കണ്ടുപിടിക്കണം. ഇവിടെ നമുക്ക് ഫിനിഷ്ഡ് ഗുഡ്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ 800 യൂണിറ്റ്സ് ആണ് ഫിനിഷ്ഡ് ഗുഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ടോട്ടൽ പ്രൊഡക്ഷൻ 6,400 യൂണിറ്റ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫിനിഷ്ഡ് ഗുഡ്സ് ഓഫ് ഓപ്പണിംഗ് സ്റ്റോക്കിന്റെ അല്ലെങ്കിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് 400 യൂണിറ്റ്സ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സിംപ്ലി നമുക്ക് അത് എത്രയാണ് നമ്മൾ യൂണിറ്റ് വിറ്റിരിക്കുന്നത് എന്നല്ലെങ്കിൽ ഫിനിഷ്ഡ് ഗുഡ്സിന്റെ എമൗണ്ട് നമ്മൾ ആ ബേസിസിൽ എത്ര യൂണിറ്റ് ആണ് വിറ്റത് എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സെയിൽ ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സിന്റെ നമുക്ക് എമൗണ്ടേ തന്നിട്ടുള്ളൂ, എത്ര യൂണിറ്റ് വിറ്റു എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ആദ്യം കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആദ്യം നമുക്ക് കോസ്റ്റ് ഷീറ്റിലേക്ക് വരാം. കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്തിട്ട് നമുക്ക് അങ്ങനെ കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് അത് നോക്കാം. അപ്പൊ ഡയറക്റ്റ് മെറ്റീരിയൽസ് കൺസ്യൂംഡ് നമ്മൾ കണ്ടുപിടിക്കണം. അതിന് നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റയിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ ഉണ്ട്, പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽ ഉണ്ട്. അപ്പൊ നമ്മൾ അത് രണ്ടും കൂടെ ആഡ് ചെയ്യുന്നു. ദെൻ അതിൽ നിന്നും നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ നമുക്ക് തന്നിട്ടുണ്ട്. ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ 4,400. അതിൽ എസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? മെറ്റീരിയൽസ് കൺസ്യൂംഡ് കിട്ടി. മെറ്റീരിയൽസ് കൺസ്യൂംഡ് 23,600. ദെൻ അതിനോടുകൂടി നമുക്ക് ഡയറക്റ്റ് വേജസ് ഇവിടെ തന്നിട്ടുണ്ട്. ഡയറക്റ്റ് വേജസ് 20,000. ഡയറക്റ്റ് എക്സ്പെൻസ് നമുക്ക് തന്നിട്ടില്ല. അപ്പൊ ഡയറക്റ്റ് എക്സ്പെൻസ് തരാത്തോണ്ട് നമ്മൾ അത് എടുക്കണില്ല. ഡയറക്റ്റ് വേജസും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് പ്രൈം കോസ്റ്റ്. അപ്പൊ നമുക്ക് പ്രൈം കോസ്റ്റ് ഇവിടെ കിട്ടി 43,600. ഇനി ഇതിനോടുകൂടി നമ്മൾ വർക്ക്സ് ഓവർ ഹെഡ് ആണ് ആഡ് ചെയ്യുന്നത്. അവിടെ സെയിൽ ഓഫ് സ്ക്രാപ്പ് ഉണ്ടെങ്കിൽ എസ് ചെയ്യണം, വർക്ക് ഇൻ പ്രോഗ്രസിന്റെ ഓപ്പണിംഗ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യണം, ക്ലോസിംഗ് ഉണ്ടെങ്കിൽ എസ് ചെയ്യണം. അത് നമ്മൾ ആ ഫോർമാറ്റിൽ പഠിച്ചതാണ്. അപ്പോൾ നെക്സ്റ്റ് വരുന്നത് വർക്ക്സ് ഓൺ കോസ്റ്റ് തന്നിട്ടുണ്ട് 8,400. ദെൻ വർക്ക് ഇൻ പ്രോഗ്രസിന്റെ ഓപ്പണിംഗും ഉണ്ട് ക്ലോസിംഗും ഉണ്ട്. അപ്പൊ നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് അവിടെ ചെയ്യാം. വർക്ക്സ് ഓൺ കോസ്റ്റ് എടുത്ത് എഴുതുക 8,400. അത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 52,000 കിട്ടി. ദെൻ ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ആഡ് ചെയ്യുക 960 ആണ്. ദെൻ ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ലെസ് ചെയ്യുക 3,200. അപ്പൊ നമുക്ക് വർക്ക്സ് കോസ്റ്റ് കിട്ടി 49,760 എന്ന് കിട്ടി. ഇനി നെക്സ്റ്റ് വരുന്നത് നമ്മൾ അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ് ആഡ് ചെയ്യാണ്. നമുക്ക് തന്നിട്ടുണ്ട് ഓഫീസ് ഓവർ ഹെഡ്. അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡിന്റെ വേറൊരു വേർഡാണ് ഓഫീസ് ഓവർ ഹെഡ് 1,600. അത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടി 51,360 യൂണിറ്റ്സ്. നമ്മളോട് പറഞ്ഞതിന്റെ ടോട്ടൽ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് 6,400 യൂണിറ്റ്സ് ആണ്. നമുക്ക് 6,400 യൂണിറ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ 51,360 ആണ് നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വന്നിരിക്കുന്നത്. ദെൻ 6,400 യൂണിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് പെർ യൂണിറ്റ് കണ്ടുപിടിക്കാനും നമുക്ക് എളുപ്പമാണ്. ദെൻ ഇതിനോട് കൂടിയിട്ട് നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ആഡ് ചെയ്യുന്നു, ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ലെസ് ചെയ്യുന്നു. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് നമുക്ക് തന്നിട്ടുണ്ട് 400 യൂണിറ്റ് ആണ്, 3,200 രൂപയാണ്. പക്ഷെ ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സിന്റെ കാര്യത്തിൽ നമുക്ക് എമൗണ്ട് തന്നിട്ടില്ല, യൂണിറ്റ്സ് മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പൊ നമ്മൾ അത് കണ്ടുപിടിക്കണം. ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയെന്ന് കണ്ടുപിടിക്കാൻ നമ്മളിവിടെ കോസ്റ്റ് ഷീറ്റില് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കണ്ടുപിടിച്ചു. 6,400 യൂണിറ്റ്സിന് നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വന്നിരിക്കുന്നത് 51,360 യൂണിറ്റ്സ് ആണ്. ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ടോട്ടൽ പ്രൊഡക്ഷൻ 6,400 യൂണിറ്റ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്.
6400 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് വന്നിരിക്കുന്നത് ടോട്ടല് 51,360. അപ്പൊ സിംപ്ലി നമുക്കറിയാലോ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ 100 രൂപയായി. നമ്മൾ 10 യൂണിറ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നതെങ്കിൽ നമുക്ക് ഫോർ എക്സാമ്പിൾ മിഠായി ആണെന്ന് നിങ്ങൾ വിചാരിക്കുക. 10 മിഠായി പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് 100 രൂപയായാൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തത് 10 മിഠായി ആണല്ലോ. ടോട്ടൽ വന്ന എക്സ്പെൻസ് നമുക്ക് 100 രൂപ. അപ്പൊ 100 ഡിവൈഡഡ് ബൈ 10 ചെയ്യുമ്പോൾ ഒരു മിഠായിക്ക് നമുക്ക് വന്ന എക്സ്പെൻസ് എത്ര? 10 റുപ്പീസ്. സെയിം തന്നെയാണ് നമ്മൾ ഒരു മിഠായിക്ക് വരുന്ന അല്ലെങ്കിൽ ഒരു യൂണിറ്റിന് വരുന്ന കോസ്റ്റ് കണ്ടുപിടിച്ചാൽ നമുക്ക് നമ്മുടെ ഫിനിഷ്ഡ് പ്രോഡക്ട്സ് 800 യൂണിറ്റ്സ് ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഒരു യൂണിറ്റിന്റെ വാല്യൂ ഉപയോഗിച്ചിട്ട് നമുക്ക് 800 യൂണിറ്റ്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ നോക്കൂ ഇവിടെ 6400 യൂണിറ്റ്സിന് 51,360 ആണ്. അപ്പോൾ 51,360 ഡിവൈഡഡ് ബൈ 6400 ചെയ്യുമ്പോൾ നമുക്ക് ഒരു യൂണിറ്റിന്റെ വാല്യൂ കിട്ടി. ഇൻറ്റു നമ്മുടെ ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് 800 യൂണിറ്റ്സ് ആണ്. അപ്പൊ ഇൻറ്റു 800 ചെയ്യുമ്പോൾ നമുക്ക് 800 യൂണിറ്റ്സിന്റെ ഫിനിഷ്ഡ് ഗുഡ്സിന്റെ വാല്യൂ എത്രയെന്ന് കിട്ടി? 6420 കിട്ടി. അപ്പൊ നമ്മള് ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് 800 യൂണിറ്റ്സ് ആണ്. then amount 6420. ഇപ്പൊ നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടി. നമ്മൾ വിറ്റ ഗുഡ്സിന്റെ കോസ്റ്റ് എത്ര വന്നു? വിറ്റ ഗുഡ്സിന് നമുക്ക് എത്ര കോസ്റ്റ് വന്നു? ഇനി സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, ഇനി നമ്മൾ അതിനോട് കൂടിയിട്ട് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് എന്താ പറഞ്ഞിരിക്കുന്നത്? 20 പൈസ പെർ യൂണിറ്റ് സോൾഡ്. ഒരു യൂണിറ്റ് വിൽക്കുമ്പോൾ അതിന് 20 പൈസയാണ്. അപ്പൊ നമ്മൾ എത്ര യൂണിറ്റ് വിറ്റു എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഈ വർഷം പ്രൊഡക്ഷൻ നടത്തിയത് 6400 യൂണിറ്റ് ആണ്. ദെൻ ഓപ്പണിംഗ് സ്റ്റോക്ക് 400 യൂണിറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ടോട്ടൽ നമുക്ക് 6800 യൂണിറ്റ് ഉണ്ട്. അതിൽ വിൽക്കാതെ കിടക്കുന്ന ഫിനിഷ്ഡ് എന്ന് പറയുന്നത് എത്രയുണ്ട്? വിൽക്കാതെ കിടക്കുന്നത് 800 യൂണിറ്റ് ഉണ്ട്. അത് വിറ്റിട്ടില്ലല്ലോ. അപ്പൊ അത് നമ്മൾ ഡിഡക്ട് ചെയ്യുമ്പോൾ 6000 യൂണിറ്റ് ആണ് നമ്മൾ ഈ വർഷം സെയിൽ നടത്തിയിരിക്കുന്നത്. എന്തായാലും നമ്മൾ ആദ്യം ഓപ്പണിംഗ് സ്റ്റോക്കുകൾ നമ്മൾ ആദ്യം വിൽക്കും. അപ്പൊ ആ 400 നമ്മൾ ആദ്യം വിൽക്കും. പ്ലസ് നമ്മളിപ്പോ പ്രൊഡ്യൂസ് ചെയ്തതാണ് നമ്മൾ വിൽക്കുക. പക്ഷെ ഇപ്പൊ പ്രൊഡ്യൂസ് ചെയ്തതിൽ നമുക്ക് 800 എണ്ണം വിൽക്കാതെ ഇവിടെ കിടക്കുകയാണ്. അപ്പൊ ആ 800 എണ്ണം നമ്മൾ ലെസ് ചെയ്തു. അപ്പൊ 6000 ആണ് നമ്മൾ ആക്ച്വലി വിറ്റിട്ടുള്ള യൂണിറ്റ്. അപ്പൊ നമ്മളോട് പറഞ്ഞിട്ട് 20 പൈസ വെച്ചിട്ടാണ് സെല്ലിംഗ് എക്സ്പെൻസ്. അപ്പൊ 6000 × 20 1200. അതാണ് നമ്മുടെ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് 1200. അത് കൂട്ടുമ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് സെയിൽസ് കിട്ടി. ദെൻ നമ്മളോട് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നു സെയിൽസ് is equal to 60,000 ആണ്. അപ്പൊ നമ്മൾ സെയിൽസ് എടുത്ത് എഴുതി, ഒരു ലൈൻ വിട്ടിട്ട് നമ്മൾ സെയിൽസ് എടുത്ത് എഴുതി 60,000 കിട്ടി. ദെൻ ഈ സെയിൽസും കോസ്റ്റ് ഓഫ് സെയിൽസും തമ്മിലുള്ള ഡിഫറൻസ് ആണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ കോസ്റ്റ് ഷീറ്റ്, ഡീറ്റെയിൽഡ് കോസ്റ്റ് ഷീറ്റ് ഇപ്പൊ നമ്മൾ ഒരെണ്ണം പഠിച്ചു. സാധാ വർക്ക് ഇൻ പ്രോഗ്രസും അഡ്ജസ്റ്റ്മെന്റോട് കൂടിയ കോസ്റ്റ് ഷീറ്റും നമ്മൾ പഠിച്ചു. ഐറ്റംസ് നമ്മൾ നന്നായിട്ട് പഠിച്ചു വെക്കുക. ദെൻ ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് നോക്കാം. Vasant Limited manufactures a product. A summary of its activities for the year 2018 is given below. സെയിൽസ് തന്നിട്ടുണ്ട് 1 lakh യൂണിറ്റ്സ്. നമ്മൾ ഈ യൂണിറ്റ്സ് തരുമ്പോൾ ശ്രദ്ധിക്കുക, ചിലപ്പോൾ ഇതുപോലെ ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടാവും. അപ്പൊ ആ യൂണിറ്റുകൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. തന്നിക്കുന്ന ഡാറ്റ എന്താണോ അത് ഉപയോഗിച്ചിട്ട് നമ്മൾ ലോജിക്കലായിട്ട് ആലോചിച്ചിട്ട് വേണം അത് കണ്ടുപിടിക്കാൻ. ദെൻ ഇവിടെ എമൗണ്ടും തന്നിട്ടുണ്ട്. ദെൻ ഓപ്പണിംഗ് മെറ്റീരിയൽ തന്നിട്ടുണ്ട്, ക്ലോസിംഗ് റോ മെറ്റീരിയൽ തന്നിട്ടുണ്ട്, വർക്കിംഗ് പ്രോഗ്രസിന്റെ ഓപ്പണിംഗ് ഉണ്ട്, ക്ലോസിംഗ് ഉണ്ട്, ഫിനിഷ്ഡ് ഗുഡ്സിന്റെ ഓപ്പണിംഗ് ഉണ്ട്, ക്ലോസിംഗ് ഉണ്ട്, അതിന്റെ യൂണിറ്റ്സ് ഉണ്ട്, ഫിനിഷ്ഡ് ഗുഡ്സിന്റെ യൂണിറ്റ്സ് ഉണ്ട്, മെറ്റീരിയൽസ് പർച്ചേസ്ഡ് തന്നിട്ടുണ്ട്, ഡയറക്റ്റ് ലേബർ ഉണ്ട്, മാനുഫാക്ചറിങ് ഓവർഹെഡ് തന്നെയാണ് നമ്മുടെ ഫാക്ടറി ഓവർഹെഡ് അല്ലെങ്കിൽ വർക്ക്സ് ഓൺ കോസ്റ്റ്, സെല്ലിംഗ് ഓവർഹെഡ് ഉണ്ട്, ജനറൽ എക്സ്പെൻസ് ഉണ്ട്. ജനറൽ എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിനെ ഓഫീസ് ഓവർഹെഡ് ആയിട്ട് എടുക്കാം ജനറൽ എക്സ്പെൻസിനെ. അപ്പൊ നമുക്ക് കോസ്റ്റ് ഷീറ്റിലേക്ക് കടക്കാം. ദെൻ ഫസ്റ്റ് വരുന്നത് ഡയറക്റ്റ് മെറ്റീരിയൽ നമുക്ക് തന്നിട്ടുണ്ട്. മെറ്റീരിയൽസ് കൺസ്യൂംഡ്, ഡയറക്റ്റ് മെറ്റീരിയൽ അല്ല നമുക്ക് കണ്ടുപിടിക്കേണ്ടുന്നത് മെറ്റീരിയൽസ് കൺസ്യൂംഡ് ആണ്. അപ്പൊ നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്ക് മെറ്റീരിയൽ എടുക്കുക, അതിനോട് കൂടിയിട്ട് പർച്ചേസ് ഓഫ് മെറ്റീരിയലും ക്യാരേജ് ഉണ്ടെങ്കിൽ ക്യാരേജ് ആഡ് ചെയ്യുക, ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽ ലെസ് ചെയ്യുക. ഇവിടെ ക്യാരേജ് ഇല്ല ഈ ക്വസ്റ്റ്യനിൽ. ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽ ഉണ്ട്, ദെൻ പർച്ചേസ് ഉണ്ട്, ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽ ഉണ്ട്. അപ്പൊ ഓപ്പണിംഗ് സ്റ്റോക്കിനോട് കൂടി പർച്ചേസ് ആഡ് ചെയ്യുന്നു, ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽ ഡിഡക്ട് ചെയ്യുന്നു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? മെറ്റീരിയൽസ് കൺസ്യൂംഡ് കിട്ടി 2,15,000. ഇനി അതിനോട് കൂടി നമ്മൾ ഡയറക്റ്റ് വേജസ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് എക്സ്പെൻസ് ഇല്ല, അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് വേജസ് ആഡ് ചെയ്തപ്പോൾ നമുക്ക് പ്രൈം കോസ്റ്റ് കിട്ടി. ഇനി നമുക്ക് ഫാക്ടറി ഓവർഹെഡ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പറഞ്ഞിരുന്നു. ഫാക്ടറി ഓവർഹെഡ് നമുക്ക് തന്നിട്ടുണ്ട്, മാനുഫാക്ചറിങ് ഓവർഹെഡ് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട് 1,20,000. അപ്പൊ നമ്മൾ അതെടുത്ത് എഴുതി.
Then അതിനോട് കൂടിയിട്ട് നമ്മൾ ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ആഡ് ചെയ്യുന്നു, ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ലെസ് ചെയ്യുമ്പോൾ നമുക്ക് സെയിൽ ഓഫ് സ്ക്രാപ്പ് ഇല്ല. അല്ലായിരുന്നെങ്കിൽ നമ്മൾ സെയിൽ ഓഫ് സ്ക്രാപ്പ് ആദ്യം ലെസ് ചെയ്യണമായിരുന്നു. സെയിൽ ഓഫ് സ്ക്രാപ്പ് ഇല്ലാത്തതുകൊണ്ട് അത് വിട്ടു. ദെൻ ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസിന് ആഡ് ചെയ്തു, ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസിന് ലെസ് ചെയ്യുമ്പോൾ നമുക്ക് വർക്ക് കോസ്റ്റ് കിട്ടും. അത് നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. വർക്ക് ഇൻ പ്രോഗ്രസ് ഒക്കെ ഓപ്പണിംഗും തന്നിട്ടുണ്ട്, ക്ലോസിംഗും തന്നിട്ടുണ്ട്. ആ എമൗണ്ടുകൾ 45,000ഉം 60,000ഉം നമ്മൾ നേരെ എടുത്ത് എഴുതി. 45,000 60,000. ഇപ്പൊ നമുക്ക് വർക്ക്സ് കോസ്റ്റ് കിട്ടി. ഇനി അതിന്റെ കൂടെ നമ്മൾ അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടും. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പറഞ്ഞിരുന്നു നമുക്കിവിടെ അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് എന്ന് പറയുന്നത് ജനറൽ എക്സ്പെൻസ് ആണ് 50,000. അപ്പൊ നമ്മൾ അത് ആഡ് ചെയ്തപ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടി. അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് ആഡ് ചെയ്തപ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ 5,30,000 എന്ന് കിട്ടി. ദെൻ ഇതിന്റെ കൂടെ നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ആഡ് ചെയ്യുന്നു, ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ലെസ് ചെയ്യണം. അപ്പൊ നമുക്ക് ഇവിടെയും ഇതേപോലെ തന്നെ ഫിനിഷ്ഡ് ഗുഡ്സിന്റെ വാല്യൂ തന്നിട്ടില്ല. അപ്പൊ നമ്മൾ ഒരു യൂണിറ്റിന് എത്ര പ്രൊഡക്ഷൻ എത്ര വാല്യൂ വരണം, ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ എത്ര വാല്യൂ വരുന്നു എന്ന് കണ്ടുപിടിച്ചിട്ട് വേണം അതിനെ നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്കിന്റെ യൂണിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് അതിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. നമുക്കിപ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കണ്ടുപിടിച്ചു. നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ഡാറ്റ ഉപയോഗിച്ചിട്ട് നമ്മൾ എത്ര യൂണിറ്റ് ഈ വർഷം പ്രൊഡ്യൂസ് ചെയ്തു എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഈ വർഷത്തെ സെയിൽസ് എത്ര യൂണിറ്റ് ആണെന്ന് തന്നിട്ടുണ്ട്, ഓപ്പണിംഗിൽ ഉണ്ടായിരുന്നത് എത്ര യൂണിറ്റ് ആണെന്ന് തന്നിട്ടുണ്ട്, ക്ലോസിംഗിൽ എത്ര യൂണിറ്റ് ഉണ്ട് എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ബേസിസിൽ ഈ വർഷം എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഈ വർഷം യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തതിന് വരുന്ന കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ നമ്മളിപ്പോൾ ഓൾറെഡി കണ്ടുപിടിച്ചു കഴിഞ്ഞു. അപ്പൊ ആ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഡിവൈഡഡ് ബൈ എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തു ചെയ്യുമ്പോൾ നമുക്ക് ഒരു യൂണിറ്റിന്റെ വാല്യൂ കിട്ടും. ആ ഒരു യൂണിറ്റിന്റെ വാല്യൂവിനെ നമ്മുടെ ഫിനിഷ്ഡ് ഗുഡ്സിന്റെ യൂണിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഫിനിഷ്ഡ് ഗുഡ്സിന്റെ കോസ്റ്റ് നമുക്ക് കിട്ടും. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മുടെ യൂണിറ്റ് പ്രൊഡ്യൂസ്ഡ്, എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തു എന്ന് എങ്ങനെയാ കണ്ടുപിടിക്കുക. നമുക്ക് യൂണിറ്റ് സോൾഡ് തന്നിട്ടുണ്ട്, അതിനോട് കൂടിയിട്ട് നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് ആഡ് ചെയ്യണം. ദെൻ അതിൽ നിന്ന് നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്ക് മൈനസ് ചെയ്യണം. നമുക്ക് എത്ര വിറ്റു എന്നാണ് തന്നേക്കുന്നത്, അല്ലാതെ എത്ര പ്രൊഡ്യൂസ് ചെയ്തു എന്നല്ല. അപ്പൊ വിറ്റത് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക്, അതാണ് ടോട്ടൽ നമ്മൾ ഈ വർഷം ഉണ്ടാക്കിയത്. നമ്മൾ ഈ വർഷം എത്ര ഉണ്ടാക്കി എങ്ങനെയാ കണ്ടുപിടിക്കുക, ഈ വർഷം എത്ര എണ്ണം പ്രൊഡ്യൂസ് ചെയ്തു, നമ്മൾ വിറ്റത് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഈ വർഷം ഉണ്ടാക്കിയതാണല്ലോ അവിടെ ബാക്കി വിൽക്കാതെ കിടക്കുക, മൈനസ് ഓപ്പണിംഗ് സ്റ്റോക്ക്. നമ്മൾ വിറ്റതിൽ എന്ത് പെട്ടുപോയിട്ടുണ്ട്, കഴിഞ്ഞ വർഷത്തെ പ്രീവിയസ് ഇയറിലെ സ്റ്റോക്ക് ഓപ്പണിംഗ് ആയിട്ട് വന്നത് പെട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിനെ മൈനസ് ചെയ്യുന്നു. അപ്പൊ യൂണിറ്റ് സോൾഡ് 1 lakh ആണ്, ക്ലോസിംഗ് 40,000. അപ്പൊ 1,40,000 കിട്ടി. അതിൽ നിന്ന് ഓപ്പണിംഗ് 20,000 ഓർക്കുമ്പോൾ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത യൂണിറ്റ് 1,20,000 ആണ്. അപ്പൊ 1,20,000 പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമുക്ക് എത്ര രൂപ വന്നു, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ 5,30,000 നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നു. 5,30,000 കൊണ്ടാണ് നമ്മൾ 1,20,000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ 5,30,000 ഡിവൈഡഡ് ബൈ 1,20,000 ചെയ്യുമ്പോൾ നമുക്ക് ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ എത്ര വാല്യൂ വന്നു എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഇൻറ്റു 40,000 ചെയ്യുമ്പോൾ നമുക്ക് ഫിനിഷ്ഡ് ഗുഡ്സ് 40,000 യൂണിറ്റ്സ് ആണ് നമ്മുടെ ഫിനിഷ്ഡ് ഗുഡ്സ് വരുന്നത്. 40,000 യൂണിറ്റ്സ് ആണ്. അപ്പൊ ഒരു യൂണിറ്റിന്റെ വാല്യൂ ഇൻറ്റു 40,000 ചെയ്യുമ്പോൾ നമുക്ക് ഫിനിഷ്ഡ് ഗുഡ്സിന് എത്ര രൂപ വേണ്ടി വന്നു എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സോ നമുക്ക് 1,76,667 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് ഫിനിഷ്ഡ് ഗുഡ്സിന്റെ വാല്യൂ ഇവിടെ എഴുതാം, 1,76,667. ഇപ്പൊ നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടി. ഇനി സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് ആണ് അടുത്തത് വരുന്നത്. നമുക്ക് സെല്ലിംഗ് ഓവർഹെഡ് തന്നിട്ടുണ്ട് 1,10,000. അപ്പൊ നമ്മൾ അത് അങ്ങോട്ട് ആഡ് ചെയ്തു. അപ്പൊ നമുക്ക് കോസ്റ്റ് ഓഫ് സെയിൽസ് ഇത്ര വന്നു. ദെൻ നമ്മൾ നോക്കാം, നമുക്ക് സെയിൽസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്, 10 lakh സെയിൽസ് തന്നിട്ടുണ്ട്. അപ്പൊ കോസ്റ്റ് ഓഫ് സെയിൽസും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, നന്നായി പഠിക്കുക.